ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. വാക്കുകളുടെ വിഭവജാലവും ഇല്ലാതെ ഒരു നീര് പോലെ വിശുദ്ധമായി ഒഴുകിക്കഴിഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് തനിക്ക് ബോധ്യപ്പെട്ടതിൽ സർഗസഭയുടെ വൃക്ഷം കൂടി ചേർത്തുകൊണ്ട് നമ്മുടെ വായനയുടെ ഏറ്റവും ഉന്നതമായ ഇടത്തേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന ഒരു രചനാതന്ത്രമാണ് സർക്കാർ ഈ നോവലിൽ കൈവരിച്ചിരിക്കുന്നത്. പിന്നെ പ്രകാശനം ചെയ്യുന്നത് അതിൽ സ്വീകരിക്കുന്നത് സത്താറിനും കൂടെ താല്പര്യമുള്ള അല്ലെങ്കിൽ സത്താറിനെ കൂടെ ആഴത്തിൽ അറിഞ്ഞ രാജേഷ് നായരാണ്. രണ്ടുപേരെയും ആഹ്ലാദത്തോടെയും അധ്വാനത്തോടെയും നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിലവിൽ ഞാൻ ക്ഷണിക്കുകയാണ്. ഒരു മാവ് നമ്മുടെയൊക്കെ ബാല്യം ഒരുപോലെ ഒരു മാവിനെ സ്പർശിക്കാത്ത ബാല്യം ആർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് തോന്നുന്നില്ല. ആ മാവിന്റെ വളർച്ച നമ്മുടെ വളർച്ചയോടൊപ്പം ആ മാവിനും പ്രായം കൂടുന്നുണ്ട്. പക്ഷെ ആനുപാതികമായി അത് ബോധ്യപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജരാനരകൾ അറിയാതെ അതിനും ബാധിക്കുന്നുണ്ടാവും മനുഷ്യന്റെ മനസ്സിനും. അതുപോലെ തന്നെ വളർച്ചക്കാരിൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആകത്തുകയിലുണ്ടാവുന്ന അപകടങ്ങളെയും വായകളെ സംബന്ധിച്ച് നമ്മുടെ വേദനകളെ അകത്തളങ്ങളിൽ ഘനീഭവിച്ച് കെട്ടിക്കിടക്കുന്ന ദുഃഖത്തിന്റെ കാർമേഘക്കൂട്ടം ഒന്ന് പെയ്തൊഴിഞ്ഞു പോയെങ്കിൽ ആശ്വസിക്കുന്നതിന്റെ ഒരു ആശ്വാസം. ആ ആശ്വാസമായിരിക്കണം ഒരുപക്ഷെ സർക്കാരിന് ഈ രചനയിലൂടെ സാധ്യമായിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വളരെ ഒരു അഭിമാന മുഹൂർത്തമാണ്. എന്റെ ടീമിൽ ഒരാൾ ഇത്രയും നല്ല രീതിയിൽ വളർന്നു വരുന്നത്, വാസന വളർത്തിക്കൊണ്ട് വരുന്നത് ഏറ്റവും അഭിമാനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇങ്ങനെ ഒരു എഴുതാനുള്ള ഒരു കഴിവ്, ഒരു വാസന കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ ചെലുത്തി ഇനിയും കൂടുതൽ ഗ്രന്ഥങ്ങൾ എഴുതാനും പബ്ലിഷ് ചെയ്യാനുള്ള ഭാഗ്യം ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അനായാസം വായിച്ചു പോകാൻ കഴിയുന്ന ഒരു നോവലാണ് ഈ നോവൽ. ആദ്യം എനിക്ക് തോന്നി, വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് കാര്യം എഴുത്തുകാരന് ഏറ്റ ഒരു മുറിവ്, ജീവിതത്തിൽ ഇത്രയും കാലം ഉണക്കാൻ കഴിയാതായപ്പോൾ ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി അദ്ദേഹം സ്വയം സ്വീകരിച്ച ഒരു വഴിയായിരിക്കാം ഈ എഴുത്ത് എന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് ഓർമ്മകളിലൂടെയാണ് ഈ നോവൽ സഞ്ചരിച്ചുകൊള്ളുന്നത്. ബാല്യകാല സ്മരണകൾ, വളരെ കുഞ്ഞുനാളുകളുണ്ടായിരുന്ന 10 വയസ്സോ അല്ലെങ്കിൽ 11-12 വയസ്സുള്ള ആ പ്രായത്തിലുള്ള കുട്ടികളിലൂടെ ഈ നോവൽ കടന്നു വരുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തുണ്ടാവുന്ന ഓർമ്മകൾ, സലീം കഥാപാത്രങ്ങൾ, അവരുടെ 3 വയസ്സും 4 വയസ്സൊക്കെയുള്ള കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ. അങ്ങനെ ആ ഓർമ്മകളിൽ എങ്ങനെ ഒരു പുസ്തകമായി പരിഗണിക്കുന്നു ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്കതിനൊരു അർത്ഥം ലഭിക്കില്ല. കാരണം അത്രയൊന്നും ഓർമ്മകള് നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാനോ അല്ലെങ്കിൽ നമുക്കങ്ങനെ കൂട്ടിക്കലർത്തി വെക്കാനോ പറ്റില്ല. പക്ഷെ ആ ഓർമ്മകളുടെ ആഴപ്പരപ്പ് അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന മുറിവിന്റെ അനന്തമായിട്ടുള്ള ധാര ഒഴുക്ക്, അതാണ് ഈ നോവലിലേക്ക് നയിക്കുന്നത്. പറഞ്ഞത് പറഞ്ഞു തീർക്കണം, കരയേണ്ടത് കരഞ്ഞു തീർക്കണം എന്ന് പറയുന്ന ആ ഒരു നിമിഷത്തിനായിരിക്കും സത്താറിന് എഴുതാൻ പ്രചോദനം. നമുക്കെല്ലാവർക്കും കുട്ടിക്കാലത്തേക്ക് പോകാൻ ഇപ്പോഴുള്ള നമ്മുടെ കുട്ടികളെ കുറിച്ച് ഓർമ്മിക്കാൻ പറ്റുന്ന നല്ലൊരു നോവലാണ്. തീർച്ചയായും സത്താറിൽ എഴുതാനുള്ള ഒരു കഴിവിട്ട് എന്നെ സത്താറിനോട് പലപ്പോഴും പറയാറുണ്ട്. അത് ഊതിക്കാച്ചി എഴുത്താൻ സത്താറിൽ നിന്ന് നല്ല ഗ്രന്ഥങ്ങൾ തിരികെ ലഭിക്കും. സത്താറിന് ആ നോവൽ അവസാനത്തേക്ക് എത്തിപ്പോൾ നമുക്കെല്ലാവരും ഒരു നിമിഷം വീട്ടിപ്പെട്ടാതിരിക്കാൻ കഴിയില്ല. അത്ര സുന്ദരമായിട്ടാണ് നോവൽ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. സത്താറിന് എല്ലാ ഭാവങ്ങളും തരികയാണ്. വളരെ സന്തോഷമുണ്ട് എല്ലാവരും സ്നേഹത്തോടെ എന്റെ അരികിലേക്ക് ഓടിയെത്തി എന്റെ പ്രിയപ്പെട്ടവർ ഞാനുമായി പലവരും നന്ദി പറയാനും സ്നേഹത്തോടെ അവരുടെ വീട്ടിലേക്ക് വീണ്ടും ക്ഷണിക്കുന്നു.
വാലർമാവ് എന്നുള്ള ഈ നോവൽ ഒരു സമയത്ത് എന്നെ കൊണ്ട് എഴുതി തീർക്കാൻ കഴിയില്ല എന്നുള്ള വിശ്വാസം എന്നെ കാരണം അതെന്റെ ജീവിതകഥ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നിൽക്കുന്ന ഹൃദയത്തിന് ഓർമ്മയും അതെങ്ങനെ അവസാനിപ്പിക്കണം, എങ്ങനെ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്കറിയില്ല. അതിനുള്ള ഒരു ബാധ്യതത്വമാണ് ഒരു വിധംബലോടെ അല്ലാതെ ഞാൻ ഈ കഥ കേട്ടിട്ടില്ല. ആ കാലമല്ലേ മധുരമതല്ലേ ആനന്ദമല്ലേ മോഹമതല്ലേ ആ കാലം നമ്മുടെ ബാല്യകാലം ആ കാലം നമ്മുടെ ബാല്യകാലം ആ ബാല്യം നമ്മുടെ സ്നേഹകാലം. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.